നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കഥകളായിട്ട് ഞാൻ 800 വീഡിയോസ് അപ്ലോഡ് ചെയ്തതിൻ്റെ സന്തോഷമായിട്ടൊരു കവിത ചൊല്ലുകയുണ്ടായി. അതിനുശേഷവും 1-2 വീഡിയോകൾ അപ്ലോഡ് ചെയ്തു. ഇന്ന് തച്ചോളി ഒതേനക്കുറുപ്പിൻ്റെ കഥകൾ. നമ്മളിപ്പോൾ വടക്കൻപാട്ടുകളിലൂടെയാണല്ലോ പോകുന്നത്. ഉത്തര കേരളത്തിൻ്റെ ഒരു തനതായ ഒരു സാഹിത്യമാണ് വടക്കൻ പാട്ടുകൾ. അത് ഓരോ കഥകൾ ആരെഴുതിയെന്നോ ആരുടെ ഏത് നാട്ടിലാണെന്നോ ഒന്നുമില്ല. അന്നത്തെ ജീവിതത്തിൻ്റെ ആ വാങ്മയ ചിത്രങ്ങളാണ് ഓരോ വടക്കൻ പാട്ടുകളും. കുട്ടിക്കാലം തൊട്ടേ എനിക്ക് വടക്കൻ പാട്ടുകളോട് എന്തെന്നില്ലാത്തൊരു കമ്പമാണ്. ഇപ്പോൾ തച്ചോളി ഉദയനൻ എന്ന് പറയുന്ന വളരെ വീരശൂര പരാക്രമിയായ ഉത്തര മലബാറിലെ മേപ്പയിൽ മാണിക്യോത്ത് ഉപ്പാട്ടിയമ്മയുടെ 2ാമത്തെ മകൻ പടക്കുറുപ്പാണ് തച്ചോളി ഉദയനൻ. നമ്മളിപ്പോൾ തച്ചോളി ഉദയനൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ കഥകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോരോ നാഴികക്കല്ലാണ്. മാത്രമല്ല കഥകളിൽ ഓരോന്നിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകളാണ് എടുത്തു കാണിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ പൊന്മാലക്കണ്ണനും പൊന്മാല കുഞ്ഞിക്കണ്ണൻ. പൊന്മാല എന്ന് പറയുന്നത് വളരെ പേര് കേട്ട ഒരു ചെറിയ നാട്ടുരാജ്യമാണ് പൊന്മാലക്കോട്ട. പൊന്മാലക്കോട്ടയിൽ വാഴുന്ന കുഞ്ഞിക്കണ്ണനും ഉദയനനും അവർ തമ്മിലുള്ളൊരു അവർ രണ്ടുപേരും തമ്മിൽ വാസ്തവത്തിൽ നല്ല സൗഹൃദമാണ്. രണ്ടുപേരും പടക്കുറുപ്പന്മാരാണ്. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കോലുമുണ്ട്. ആ കോലും ബയനേരിക്കോട്ട എന്ന് പറയുന്ന ഒരു കോലും രാജകുടുംബമാണത്, ബയനേരിക്കോട്ട. അതുപോലെ തന്നെ മറ്റൊരു രാജകുടുംബമുണ്ട് അവിടെ. ഒരു തമ്പുരാൻ അവിടെ പൊന്മാലക്കണ്ണൻ്റെ കോട്ടയ്ക്ക് അടുത്ത് തന്നെ മറ്റൊരു ചെറിയൊരു രാജകുടുംബം. ആ രാജകുടുംബം എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ അന്നത്തെ രാജ്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഒരു ഈ ബൈനൂരി കോവിലകത്തെ തമ്പുരാന് അവിടുത്തെ ഈ അടുത്തുള്ള രാജകൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗമായി അവിടെ പെൺകുട്ടി ജനിച്ചു. ആ പെൺകുട്ടി പൊന്മല സംഭവം എന്താ നടക്കണേന്ന് വെച്ചാൽ ഈ പൊന്മല കുഞ്ഞിക്കണ്ണൻ ഒരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് അയാൾ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു. ഇത് അല്പം വലിയൊരു കഥയാണ് കേട്ടോ. 1, 2, 3 ഭാഗങ്ങളായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ. പക്ഷേ കൂടുതൽ സമയം നമുക്ക് കഥയ്ക്ക് വേണ്ടി ചിലവഴിക്കാനും പറ്റില്ലല്ലോ, അതിനൊക്കെ ഒരു ലിമിറ്റ് വേണ്ടേ. അപ്പോൾ ഈ പൊന്മാല കുഞ്ഞിക്കണ്ണൻ ഒരു ദിവസം തൻ്റെ കോട്ടയിൽ സപ്രമഞ്ചക്കട്ടിൽ അങ്ങനെ ഇരുനാഴിക്കിണ്ടി വെള്ളിക്കിണ്ടിയിൽ കാച്ചി വെച്ച് പഞ്ചസാരയിട്ട് കാച്ചി വെച്ച പെറ്റൊരമ്മ കാച്ചി വെച്ച പാലും കുടിച്ച് കിടന്നുറങ്ങുകയാണ്. നല്ല സുഖമായ സുഷുപ്തി. അത് ഇപ്പോഴും അതെ കേട്ടോ. സുഖമായ സുഷുപ്തിക്ക് ഉറക്കത്തിന് ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് നല്ലതാണെന്നാണ് ആയുർവേദ വിധിപ്രകാരമൊക്കെ പറയുന്നത്. എന്തായാലും ഈ പൊന്മാലക്കണ്ണൻ കുഞ്ഞിക്കണ്ണൻ കിടന്നുറങ്ങുന്ന അന്ന് ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബയനേരിക്കോട്ടയിലെ കന്നിക്കുഞ്ഞൻ എന്നാണ് അവരെ വിളിക്കുന്നത്. നല്ലൊരു രാജകുമാരി. ആ രാജകുമാരി അതീവ സുന്ദരിയായ, അവരുടെ സൗന്ദര്യത്തിന് 14 വയസ്സ് കുട്ടിക്കായിട്ടുള്ളൂ. പക്ഷെ അവരുടെ സൗന്ദര്യത്തിന് വളരെ വളരെ പേര് കേട്ടു. ഇതിനകത്ത് തന്നെ അംഗപ്രത്യംഗം ആ
ബയനേരി കന്നിക്കുഞ്ഞൻ്റെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് പാണന്മാരങ്ങനെ നാട്ടിൽ പാടി നടക്കാറുണ്ട്. അപ്പോഴെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആ നാട്ടിലെ പ്രമാണിമാരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പലർക്കും മോഹം തോന്നും കന്നിയെ വിവാഹം കഴിക്കണമെന്ന്. അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പൊന്മാല കുഞ്ഞിക്കണ്ണൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. ആര്? ഈ ബയനേരി കോലുവത്തെ കന്നി കുഞ്ഞന്. 14 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. ആ കുട്ടിയെ വളർത്തുന്നത് അമ്മായിയാണ്. അമ്മായിയോടും ഒപ്പമാണ് താമസിക്കുന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ എവിടെയോ പടം നയിച്ചു പോയിട്ട് അമ്മാവൻ അങ്ങ് മരിച്ചു. കുഞ്ഞിക്കന്നിയുടെ സംരക്ഷണം അമ്മായിയുടെ കീഴിലായി. അപ്പോൾ ഈ കന്നിയുടെ ജനനം ബയലേരിക്കോട്ടയിലെ ഒരു എന്താ പറയണേ, ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടികളെ വിവാഹം കഴിക്കാനുള്ള ഒരു അലിഖിതമായ നിയമം മറ്റൊരു രാജ്യത്തെ തമ്പുരാനുണ്ട്. ആ തമ്പുരാൻ അപ്പോൾ ഇങ്ങനെ ഇവിടെ ബയനേരിക്കോട്ടയിലെ കോലൂത്ത് കോട്ടയിലെ പ്രസവം നടന്നാൽ പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ തമ്പുരാനെ വിവരം അറിയിക്കും. അപ്പം തമ്പുരാക്കന്മാർ ആ കുട്ടി വളരുന്നതും കാത്തിരിക്കും. വളരുമ്പോൾ അത് ആ രാജ്യത്തെ തമ്പുരാനെ വിവാഹം കഴിക്കാനുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാകുന്നു വെച്ചാൽ ഈ തമ്പുരാൻ്റെ ചിലവിലാണ് ആ പെൺകുട്ടി വളരുക. ഇവിടെയും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. ഈ പൊന്മലക്കോട്ടവാണ കുഞ്ഞിക്കണ്ണൻ സ്വപ്നം കണ്ടങ്ങോട്ട് ഞെട്ടി ഉണർന്നു. അയ്യോ പടച്ചോനെ തമ്പുരാനേ എന്നും പറഞ്ഞുകൊണ്ടാണ് എണീറ്റ്. ഇതെല്ലാം എന്തൊരു പുതുമയാണത്. ബയനേരിക്കോട്ടവാണ കുഞ്ഞിക്കണ്ണൻ ഓളുണ്ടങ്ങേഴി പുഴയ്ക്കപ്പുറം. അപ്പോൾ ഈ പൊന്മാലക്കോട്ടയിൽ നിന്നും 7 പുഴകൾക്കപ്പുറമാണ് ഈ ബയനേരിക്കോട്ട. അതുപോലെ ബയനേരിക്കോട്ടയുടെ 7 മലകൾക്ക് ഇപ്പുറമാണ് പൊന്മാലക്കണ്ണൻ്റെ കോട്ട. അത്രയും ദൂരമുണ്ട്. പക്ഷെ സൗന്ദര്യത്തിൻ്റെ വർണ്ണന കേട്ട് അങ്ങനെ കണ്ണൻ്റെ മനസ്സിൽ എങ്ങനെയോ ഈ ബയനേരിക്കോട്ടയിലെ കന്നിക്കുഞ്ഞൻ അങ്ങ് കയറിക്കൂടി. എന്നിട്ട് അതോർത്ത് കിടന്നതുകൊണ്ട് എന്തോ കിടന്നുറങ്ങി. രാവിലെ തൊട്ട് ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് ഞെട്ടി ഉണർന്ന് ഞാനുണ്ടിങ്ങേഴി മലയ്ക്ക് പൂറം. കണ്ണൻ തന്നെ വിചാരിക്കുക, ഞാൻ 7 ബയലേരിക്കോട്ടയിൽ നിന്ന് 7 മലയുടെ ഇപ്പുറം ജീവിക്കുന്ന ആൾ. ഈ കുഞ്ഞിക്കന്നിയാണെങ്കിലോ ബയനേരിക്കോട്ടവാണ കഞ്ഞിക്കുഞ്ഞൻ. ആ കുട്ടിയുടെ കഥ പറയുകയാണെന്നിട്ട് എന്താ പറയണമെന്ന് അറിയുമോ? കന്നി ജനിച്ച് ഭൂമി കാണുന്നാളേ. കന്നി ജനിച്ച് ഈ ഭൂമി കാണുന്ന ആ അന്ന് ദിവസം മുതൽക്ക് ബയനേരിക്കൂലോത്തെ തമ്പുരാനും. ബയനേരിക്കോട്ടയിലാണ് കന്നിയുടെ ജനനം. ബയനേരിക്കോലോത്തെ തമ്പുരാൻ എന്താ ചെയ്തു? പെണ്ണന്ന് തമ്പുരാനറിഞ്ഞരത്ത്. കോട്ടയിലെ അമ്മ പ്രസവിച്ചു ഒരു കുട്ടി പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണെന്നറിഞ്ഞ നേരത്ത് തന്നെ തമ്പുരാൻ്റെ അരിയും ശിലവും മോൾക്ക്. ആ കുട്ടിക്ക് അന്നു തൊട്ടുള്ള അരിയും ശിലവും എന്ന് പറഞ്ഞാൽ ജീവിത ചിലവ് മുഴുവൻ ഈ തമ്പുരാൻ്റെ വകയാണ്. അങ്ങനെയാണ് ഈ കുട്ടി വളരണത്. അങ്ങനെ അങ്ങനെ വളർന്നിട്ടുള്ള ഈ ബയലേരി കോട്ടയിലെ കന്നിക്കുഞ്ഞൻ പൊന്മാല കുഞ്ഞിക്കണ്ണൻ്റെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ല. സൗന്ദര്യം ഇങ്ങനെ കേട്ട അറിവിൽ വെച്ചിട്ട് തന്നെ സ്വപ്നത്തിൽ കന്നിയെ സ്വപ്നം കണ്ട് അങ്ങ് സ്നേഹം തോന്നുകയാണ്. വാതിൽ തുറന്ന് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ അമ്മയോട് പറഞ്ഞു, ഇതെല്ലാം എന്ത് പുതുമയാണ്, ഞാനിങ്ങനെ ബയലേരിക്കോട്ടയിലെ കന്നിക്കുഞ്ഞനെ കണ്ടുല്ലോ. 16 നാഴികയ്ക്ക് ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ ഉടൻ തന്നെ എന്തിനായിട്ടാണ് നീ വിളിച്ചോണ്ടത്? എന്തിനാ? അമ്മ ചോദിച്ചു. ഈ പാതിര നേരത്തെ എന്നെ വന്ന് വിളിക്കണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, അതുകൊണ്ട്
പൊന്മലക്കോട്ടവണ പെറ്റോരമ്മേ. കുഞ്ഞിക്കണ്ണൻ അമ്മയോട് പറയാണ്. അപ്പം രാത്രി കിടന്ന് ഉറങ്ങി എല്ലാവരും. പിന്നെയാണല്ലോ സ്വപ്നം കണ്ടത്. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന അമ്മയെ വാതുക്കെ ചെന്ന് മുട്ടി വിളിച്ചുകൊണ്ട് കണ്ണൻ പറയാ, അമ്മേ മറ്റൊന്നുമല്ലാലോ പെറ്റോരമ്മേ, ഞാനല്ലേ വന്ന് വിളിക്കണേ, അതുകൊണ്ട് അമ്മ പറഞ്ഞു. എന്നിട്ട് എന്താ, ഞാനിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാനൊരരിങ്കിനാവു കണ്ടെൻ്റെ അമ്മേ, ഞാൻ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു അമ്മേ, അതാണ് ഞാനിപ്പോൾ അമ്മയെ വന്ന് വിളിക്കാൻ. എന്താണ്? ബയനോരിക്കോട്ടവാണ കഞ്ഞഞ്ഞനെ, ബയനേരിക്കോട്ടവാണ ആ കുഞ്ഞനെ ഞാൻ സ്വപ്നം കണ്ടു. അതുകൊണ്ട് എനിക്ക് ബയനോരിക്കോട്ടയ്ക്കു എനിക്ക് ഇപ്പം തന്നെ ബയനോരിക്കോട്ടയ്ക്ക് പോകണം, കഞ്ഞിക്കുഞ്ഞനെ കാണുകയും വേണം. അത് ഞാൻ അമ്മയോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛൻ കണി കാണും പെൺകുതിര. അപ്പോൾ ഈ പൊന്മലക്കോട്ടയിലെ കുഞ്ഞിക്കണ്ണൻ്റെ അച്ഛൻ കണി കാണുന്ന കുതിരലായത്തിൽ ഒരു പെൺകുതിരയുണ്ട്. ആ പെൺകുതിര എന്ന് പറഞ്ഞാൽ ലക്ഷണമൊത്ത കുതിരയാണ്. എത്ര വേഗത്തിലും ഓടി ഏത് കാട്ടും മലയും കയറി ഓടി പോകുന്ന ആ പെൺകുതിരയെ അച്ഛൻ എന്നും എണീറ്റ് കഴിഞ്ഞിട്ട് ഈ കുതിരലായത്തിൽ ചെന്ന് ഈ പെൺകുതിരയെ മാണിക്കച്ചക്കി മാണിക്കുതിര, ആ കുതിരയുടെ പേര് മാണിക്കച്ചക്കി മണിക്കുതിരയാണ്. ആ കുതിരയെ എനിക്ക് തരണം എൻ്റെ അമ്മേ, എനിക്ക് ആ കുതിരപ്പുറത്ത് വേണം പോവാനായിട്ട്. അച്ഛൻ അതുപോലെ തന്നെ മറ്റൊന്നുകൂടെ വേണം. എനിക്ക് അച്ഛൻ ചെറുപ്പത്തിലൊരു മാല തന്നിട്ടുണ്ട്. എന്താണ് ആ മാല? ആഴക്കു കല്ലു പതിച്ച മാല, അതായത് വിശേഷപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ളത്. മൂവുക്കുമുത്തു നീരത്തിയ മാല, വിശേഷപ്പെട്ട മാലയാണ്. ആ മാലയുടെ വർണ്ണനയാണ് പറയുന്നത്. 101 പൊന്നിൻ്റെ അരിങ്കമാല, 101 പവനുള്ളൊരു മാലയാണ്. കുട്ടിക്കാലത്ത് പൂമാല കുഞ്ഞിക്കണ്ണന് കൊടുത്തിരുന്നു അച്ഛൻ. പിന്നീട് അതൊക്കെ കഴിച്ച് അമ്മയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചേക്കാം. അമ്മ അപ്പം എനിക്ക് ആ കുതിരയും കൊണ്ട് ഞാൻ ആ മാലയും കൊണ്ട് പോവുകയാണ്. എനിക്ക് ബയനേരിക്കോട്ടയിലെ കഞ്ഞിക്കുഞ്ഞനെ കാണുമ്പോൾ അവൾക്ക് സമ്മാനിക്കാനാണ് മാല കൊണ്ടോണേന്നറിയാലോ, കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തന്നെ അമ്മ അപകടം മണത്തു. അവിടേക്ക് എത്തണ കണ്ണൻ്റെ വാക്ക് കേട്ട നേരത്ത് അമ്മ എന്തു പറഞ്ഞു എന്നറിയാം. അമ്മ പറഞ്ഞു, മാലയെടുത്തിങ്ങ് തായൻ്റെ അമ്മേ, മാല തരൂ, എനിക്ക് കുതിരലായത്തിൻ്റെ താക്കോല് തരൂ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചപ്പോൾ ആ പറയുന്ന ഈ അമ്മ പറഞ്ഞു, അറിവൂല വാക്കോ പറയുന്നത്, നീ അറിയാതെ കണ്ട് വല്ലതും പറയുകയാണോ കുഞ്ഞിക്കണ്ണ? നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അറിയാണ്ടാണോ നീ ഈ പറയണേ? ഇതെല്ലാം എന്ത് പുതുമയാണ്, എന്താ ഈ ഒരു സ്വപ്നം കണ്ടു എന്നും പറഞ്ഞ് ഇങ്ങനെ പോകുന്നത്? അറിവൂലേ വാക്കോ പറയുന്നത്, അതേ നീ വല്ലതും അറിഞ്ഞിട്ടാണോ പറയുന്നത്? ഈ ബയനേരിക്കോട്ടയിലെ കുഞ്ഞിക്കഞ്ഞി അതൊന്നും പറയാം. കന്നി ജനിച്ചു ഭൂമി കണ്ടെന്നാളേ. അപ്പം ഈ കന്നിയുടെ ജനനവും വളർച്ചയാണ് അമ്മ കേട്ടിട്ടുണ്ട്. അമ്മ പറയുന്നത് കിങ്ക കുടിച്ചു വളരാൻ വേണ്ടി. കിങ്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കില്ലേ, പഞ്ഞപ്പുല്ല് കണ്ണങ്കായ ഉണക്കി പൊടിച്ചിട്ട് എന്ന പോലെ അങ്ങനെ കൊടുക്കുന്ന ആ കുട്ടികളുടെ ഒരു ഭക്ഷണം, ലഘുഭക്ഷണമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നേ തമ്പുരാൻ എന്താ കൊടുത്തേക്കണമെന്ന് അറിയുമ്പോൾ കിങ്ക കുടിച്ച് വളരാൻ വേണ്ടി മുത്താറി മൂടയാക്കി കെട്ടിച്ചേനി. മുത്താറിപ്പാടങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കുറുക്കുണ്ടാക്കി കൊടുക്കാനായിട്ട്. തമ്പുരാൻ നേരിട്ട് ബയനേരിക്കോട്ടയ്ക്ക് കൊടുത്തേക്കുന്നതാണ്. പാലു കുടിച്ചു വളരാൻ വേണ്ടി ഈ കന്നി പാല് കുടിച്ച് വളരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 7 കന്നം കറവുമായി 7 പശുക്കളെയാണ് കറവയുള്ളതായി ഓകായി തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. ഈ കന്നിക്കായിട്ട് അന്ന് ബയനേരിക്കോലത്തെ തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. പയന്തിന്നു മീന്ത നാറുയ്ക്ക് വേണ്ടി
പഴം തിന്നാൻ വേണ്ടിയിട്ട് കുഞ്ഞിക്കന്നിക്ക് വളരണ്ടേ, വളർച്ച ഉണ്ടാകാൻ പഴം തിന്നണം. ആ പയം തിന്നു മീന്ത നിറയ്ക്ക് വേണ്ടി പഴം തിന്ന് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് 14 പൂവാഴത്തോട്ടമാണ്. 14 പൂവാഴത്തോട്ടം തമ്പുരാൻ വയനേരി കന്നിയുടെ വീട്ടിലേക്ക് കോട്ടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പഴയരിയുണ്ടു വളരാൻ വേണ്ടി, പഴയരിച്ചോറുണ്ട് കന്നി വളരാൻ വേണ്ടിയിട്ട്. 7000 വിത്തു ജന്മനീലം, 7000 വിത്ത് വീഴുന്ന അത്രയും ഭൂമി ബയലേരി കോട്ടയ്ക്കായിട്ട് തമ്പുരാൻ വീതം വച്ച് കൊടുത്തിരിക്കുകയാണ്. പൊന്നിട്ടുമേനി വളരാൻ വേണ്ടി, കന്നി ധാരാളം സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് വളരാൻ വേണ്ടിയിട്ട് 7 രൂമ പൊന്നു തന്നെയാണ്. 7 എരുമകൾക്ക് എന്ത് തൂക്കം വരും? അത്രയും തൂക്കം പൊന്ന കൊടുത്തേക്കണേ ബയനേരി കോട്ടയിലേക്ക്. തമ്പുരാൻ നോക്കായി കൊടുത്തിട്ടുണ്ട്. പിന്നെയും കേൾക്കണോ? ഇതൊന്നും കൂടാണ്ട് പിന്നെ, അതായത് അത്രയും കാര്യമായിട്ട് തമ്പുരാൻ നോക്കി വളർത്തി കൊണ്ടുവരുന്ന ആ കന്നിക്ക് ഇപ്പോൾ 14 വയസ്സാകുന്നു. ആ കുട്ടി വളർന്നു വലുതായി കന്യകയായി 14 വയസ്സായി. ബയനേരി കൂലോത്തെ തമ്പുരാനോ, ആ തമ്പുരാനാണെങ്കിൽ എന്താ ചെയ്യണേ? ഈ കുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മാലയും തീർപ്പിച്ച് വച്ചിട്ടുണ്ട്. താലിമാലയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വച്ചേക്കുക തമ്പുരാൻ ഈ കുട്ടിയെ വിവാഹം കഴിക്കുക. അപ്പം തമ്പുരാനൊരു തോന്നൽ, ഇത്രയും പൊന്ന് കൊടുത്താൽ പോരാ, ഈ മാലയ്ക്ക് അങ്ങോട്ട് മുറുത്തം പോരാന്ന് വെച്ചാൽ തൂക്കം പോരാഞ്ഞിട്ട് വേറെ വലിയൊരു മാല പണിയിക്കാൻ വേണ്ടി, ഇതിലും തൂക്കമുള്ള മാല പണിയിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇഴയുന്നുറുമ്പോളെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഈ കുട്ടി വളർത്തിട്ട്? ഇഴയുന്ന ഉറുമ്പ് അവളെ കണ്ടല്ല, എന്നുവെച്ചാൽ താഴത്ത് വെച്ച ഉറുമ്പായിരിക്കും എന്ന് കരുതി കുട്ടികളെ അത്ര ലാളിച്ചും സ്നേഹിച്ചുമാണ് വളർത്തുന്നത്. അയ്യോ, താഴ്ത്ത് വച്ചിട്ടില്ല, താഴ്ത്ത് വെച്ചാൽ ഉറുമ്പായിരിക്കും, തലയിൽ വെച്ചാൽ പേനായിരിക്കും എന്ന് പറഞ്ഞാൽ കുട്ടികളെ വളർത്തിയേക്കണം. അത്ര ലാളിച്ച് എന്ന പോലെ ഇഴയുന്ന ഉറുമ്പോളെ കണ്ടിട്ടില്ല, ഈ കന്നിയെ ഉറുമ്പ് കണ്ടിട്ടില്ല. പറക്കും പറജാതി കണ്ടിട്ടില്ല, പറക്കുന്ന പക്ഷികളൊന്നും തന്നെ ഈ കന്നിയെ കണ്ടിട്ടില്ല. അങ്ങനെ കോട്ടയ്ക്ക് ഇപ്പോൾ അതിൻ്റെ ശക്തിയൊക്കെ കന്നിയുടെ സൗന്ദര്യം കണ്ട് ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ, കന്നിയെ കടത്തിക്കൊണ്ടു പോകാൻ വന്നെങ്കിലും എന്ന് കരുതി ആ ബയനേരി കോട്ടയുടെ 4 പുറവും മതിലുകൾക്കൊക്കെ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്, സുരക്ഷ വളരെ കർശനമാക്കിയിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ ബന്ധവസായിട്ടിരിക്കുന്ന ഒരു കന്നിയെ കാണാനായിട്ട് നീയൊട്ടും പോണ്ടെൻ്റെ കുഞ്ഞിക്കണ്ണ, നീ എൻ്റെ കുഞ്ഞിക്കണ്ണ, നീ തീരെ പോവണ്ട, നീ പോവണ്ട മോനെ, അവിടെ ഒന്നും ചെന്നെത്താൻ പറ്റില്ല, 7 പുഴയും കടന്ന് നീ അവിടെ ചെല്ലണം, അതൊക്കെ വലിയ കഷ്ടപ്പാടാ, പോവണ്ടെന്ന് പറഞ്ഞു. അമ്മയുടെ വാക്കതു കേട്ട നേരത്ത്, അമ്മ അങ്ങനെയൊക്കെ പറയണ കേട്ടിട്ട് ഉടനെ പറയുന്നു കുഞ്ഞിക്കണ്ണൻ അപ്പോൾ ഉടനെ തന്നെ എന്താ പറയണെന്ന് അറിയാമോ? എന്നെ എന്നമ്മ വിലക്ക വേണ്ട, അമ്മ എന്നെ തടയൊന്നും വേണ്ട, വിലക്കൊന്നും വേണ്ട, എന്നോട് പോകണ്ടെന്ന് തടസ്സമൊന്നും പറയണ്ട. എന്താ അമ്മ വിലയ്ക്ക ഞാൻ കേൾക്കില്ലമ്മേ, അമ്മ ഈ കാര്യത്തിലൊരു വിലക്ക് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് എനിക്ക് അനുവാദം തായ എൻ്റെ അമ്മേ. പിന്നെയും പറഞ്ഞു പെറ്റൊരമ്മ വീണ്ടും പോകണ്ട, പല പ്രാവശ്യം പറഞ്ഞു. ഇതൊന്നും കൂട്ടാക്കിയില്ല. അവിടെ ചെന്നിട്ടോ കുഞ്ഞിക്കണ്ണൻ വേഗം തന്നെ അവിടെ കുതിരയുടെ പന്തിയെ പോയി. അച്ഛന് ഒരു നിർബന്ധമില്ല, അച്ഛൻ ഉണരുന്ന നേരം കുതിരയെ ആദ്യം കാണുന്നത്, എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് ഈ മകനെയാണ്, കുഞ്ഞിക്കണ്ണനെയാണ്. അത് കഴിഞ്ഞിട്ട് കണി കാണും. അത് കഴിഞ്ഞിട്ട് കുതിരലായത്തിൽ പോയി മാണിക്യ മുത്ത മണി
കുതിര. ആ മണിക്കുതിര ഒരു പെൺകുതിരയാണ്. ആ മണിക്കുതിരയെ കണി കാണും. അത് കഴിഞ്ഞ് പിന്നെ ആനക്കുട്ടി. ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ്റെ രീതി. അത്രയ്ക്ക് വലിയ പൊന്മലക്കോട്ടയിലെ മൂപ്പൻ വളരെ പേര് കേട്ട കോട്ടയ്ക്ക് അധിപനാണ് പൂമാല കുഞ്ഞിക്കണ്ണൻ്റെ അച്ഛൻ. അതുകൊണ്ട് ഇതൊക്കെ കാണും. വിളിച്ചായി എണീക്കുമ്പോഴത്തേക്കും നിന്നെ അന്വേഷിക്കും, കുതിരയെ കാണാൻ ചെല്ലും, ആനക്കുട്ടിയെ കാണാൻ ചെല്ലും. നിങ്ങളൊക്കെ കാണാതിരുന്ന അച്ഛൻ്റെ ആ ദിവസം പോക്ക അതൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു, അമ്മ വിലക്കിയാൽ ഞാൻ കേൾക്കൂല അമ്മേ, അമ്മ ഇന്ന് ഈ കാര്യത്തിൽ വിലക്കണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും തൻ്റെ മകൻ പോവുള്ളൂ എന്ന് ഉറപ്പിച്ചപ്പോൾ എന്തുണ്ടായി, അമ്മ വേഗം തന്നെ ഏതായാലും കുഞ്ഞിക്കണ്ണ നീ പോകുന്നുറപ്പാണെങ്കിൽ മാല എടുത്തു കൊടുത്തു. വിശേഷപ്പെട്ട മാല 101 പവൻ്റെ മാല കുഞ്ഞിക്കണ്ണൻ എടുത്തു കൊടുത്തു. കുതിരലായത്തിൻ്റെ താക്കോല് കൊടുത്തു. മാണിക്യമുത്തണി കുതിരയെ കൊണ്ട് അപ്പോഴേക്കും കുഞ്ഞിക്കണ്ണൻ തൻ്റെ പടിഞ്ഞാറ്റിയിൽ ചെന്ന് രാജാവിൻ്റെ സമയങ്ങളണിഞ്ഞ്, പൊന്മാലക്കോട്ടയിലെ കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ രാജാവ് തന്നെയാണ്. ആ രാജാവിൻ്റെ ചമയങ്ങളണിഞ്ഞ് വേഗം തന്നെ അവിടേക്ക് ബൈനേരി കോട്ടയ്ക്ക് പോകണം. ഈ കുതിരയോട് പറയുക, അതിന് കുതിരയുടെ ഭാഷയിൽ നമുക്ക് ബൈനേരി കോട്ടയ്ക്ക് പോകണം. കുതിരപ്പുറം പാഞ്ഞ് കയറി ഓടിച്ചെന്ന് കുതിരയെ പുറത്ത് നിർത്തി. കുതിരക്കാരൻ അപ്പോഴത്തേക്കും കണ്ണൻ ചമയങ്ങൾ അണിഞ്ഞ് ഓടിക്കേറി കുതിരയുടെ കയറി കുതിരേനെ തട്ടിപ്പറപ്പിച്ചല്ലോ. പറന്നിങ്ങനെ തട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ണൻ കയറി ഇരുന്നപ്പോൾ കുതിര അങ്ങോട്ട് പറന്നു പോയി. മാണിക്കച്ചക്കി മണിക്കുതിര അതിവേഗത്തിൽ ഓടുന്ന ഒരു പെൺകുതിരയാണ്. ആ കുതിരപ്പുറത്തുനിന്ന് കീഞ്ഞു കണ്ണൻ കാക്കാതം കൊണ്ടാടയെത്തിയല്ലോ. കുതിരേനെ കയലോടെ കെട്ടുന്നല്ലോ. പറഞ്ഞ നേരം കൊണ്ട് കുതിരേനെയൊക്കെ പിടിച്ച് കെട്ടി. പൊന്മലക്കോട്ട വാണ കുഞ്ഞിക്കണ്ണൻ എല്ലാ ദിക്കിലേക്കും നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും. അയ്യോ പടച്ചോനെ, പൊന്മലക്കോട്ട വാണ പെറ്റോരമ്മ, അമ്മ പറഞ്ഞതൊരു ശരിയാ. ആ കോട്ടയുടെ അടുത്ത് ചെയ്തു അകത്തേക്ക് കയറി പോകാനൊന്നും യാതൊരു വഴിയും കാണാനില്ല. എല്ലാ ദിക്കും ചുറ്റി നടന്നു നോക്കി. എല്ലാ ഭാഗം നോക്കുമ്പോൾ കിഴക്കോട്ട് നോക്കിയപ്പോൾ കിഴക്കൻ പേരുമാളൂ തമ്പൂരാനേ. സൂര്യൻ ഉദിക്കാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് സൂര്യൻ ഉദിച്ചു. കഠിനമായി നേർച്ചയും കൂട്ടുന്നല്ലോ. സൂര്യഭഗവാനൊക്കെ അങ്ങോട്ട് നേർച്ച നടന്നു. ഇപ്പം ഒന്നും സൂര്യൻ ഉദിക്കല്ലേ വരല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോട്ട കടപ്പാൻ ഒരു വഴി അന്വേഷിച്ച് നടന്നു. എന്തിനു പറയണു, അങ്ങനെ ഈച്ചയ്ക്കുറുമ്പിനടുത്തൂടല്ലോ. ഈച്ചയ്ക്ക് ഉറുമ്പിനും പോലും കോട്ടയ്ക്കകത്ത് കയറാൻ ഒരു വഴിയില്ല. അങ്ങനെ ഇരിക്കണ കോട്ടയ്ക്കകത്ത് എങ്ങനെ കയറും? ബൈനേരി കോട്ട വാണ കന്നിക്കുഞ്ഞൻ കന്നിയേതു പുറത്താണ് ഉള്ളതിപ്പം. ഈ ബൈനേരി കോട്ടയിലെ ഈ കന്നിക്കുഞ്ഞൻ ഏത് ഭാഗത്താണാവോ കിടക്കണത്? ഏത് ഭാഗത്താണ് ഈ രാത്രി കിടന്നുറങ്ങണത്? അവരുടെ ആ കിടപ്പുമുറി എവിടെയാണാവോ എന്നൊക്കെ അറിയാനായിട്ട് കുഞ്ഞിക്കണ്ണൻ ആ കോട്ടയ്ക്ക് ചുറ്റും അങ്ങനെ പരതി നടന്നു. ഇന്ന് ഈ കഥയുടെ, അതായത് പൊന്മാലക്കണ്ണൻ, ഉദയനനും പൊന്മാലക്കണ്ണനും എന്നുള്ളത് 3-4 ഭാഗങ്ങളായിട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 1-ാം ഭാഗം ഞാൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഇപ്പം തന്നെ സമയം 10-20 മിനിറ്റിൽ കൂടുതലായി. എല്ലാവരും ഈ കഥ കേൾക്കണം. രസകരമായൊരു കഥയാണ് ഇത്. 1-ാം ഭാഗമാണ്. ഞാനിവിടെ നിർത്തുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഈ കഥ കേൾക്കൂ, മറ്റുള്ളവരെ കഥ കേൾക്കാനായിട്ട് പ്രേരിപ്പിക്കൂ.